നമ്മളൊക്കെ ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ എത്ര നന്നായിട്ട് സ്ട്രെച്ച് ചെയ്താലും നമുക്ക് നല്ല റിക്കവറി കിട്ടിയാലും നല്ല സ്ലീപ്പ് കിട്ടിയാലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചാലും ഇതെല്ലാം ചെയ്താലും ചിലപ്പോഴൊക്കെ നമുക്ക് ലോങ് ടൈമിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ റൊട്ടേറ്റർ കഫിനൊക്കെ നമ്മുടെ ഷോൾഡറിനൊക്കെ ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഇഞ്ചറി വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഇഞ്ചറി ആയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ഇഞ്ചറി ആകുമ്പോൾ നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ഷോൾഡർ ഇഞ്ചറി ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു പെയിൻ തോന്നും. ഇപ്പം നമ്മളിപ്പോൾ ഷോൾഡർ പ്രസ് ചെയ്യുവാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നമുക്ക് ഇഞ്ചറി ചെയ്യുമ്പോൾ ഒരു ചെറിയ പെയിൻ വരും. പിന്നെ നമുക്ക് കൈ വെക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു പിടുത്തം ആ ഒരു ഫീല് വന്നു. അപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്കിത് ഇഞ്ചറി പറ്റിയാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പം വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യല്. എന്നിട്ട് എത്രയും വേഗം നിങ്ങൾ ആ ഒരു ഇഞ്ചറി ആയ പാട്ടുണ്ടല്ലോ അവിടെ ഐസ് വെക്കാൻ നോക്കുക. അവിടെ ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങൾ ഐസ് വെക്കുക. ഐസ് ഡയറക്റ്റ്ലി വെക്കല്, ഐസ് ഏതെങ്കിലും തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് ആ തുണി ഐസും കൂടി അങ്ങനെ വെക്കാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് നിങ്ങളുടെ മൂവ്മെൻ്റ് ഒക്കെ നോക്കുക. ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് മൊത്തത്തിൽ കൈ പൊക്കാൻ പറ്റുന്നുണ്ടോ, കൈ ഫുള്ളി നിങ്ങൾക്ക് കൈയുടെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കണം. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയും ഒരു സ്ഥലത്തും പെയിൻ ഇല്ലെങ്കിൽ അപ്പോഴേക്കും നിങ്ങൾ ഓക്കെയാണ്. പക്ഷേ ചിലർക്ക് ഇഞ്ചറി വന്ന ഇപ്പം എനിക്ക് ഇന്ന് ഈവനിങ് ആയിരിക്കും ഇഞ്ചറി ആയത്. ഞാനിപ്പോൾ വീട്ടിൽ വന്ന് എല്ലാം എൻ്റെ ഓക്കെയാണ്, എനിക്ക് കൈ ഫുള്ള് എനിക്ക് നല്ല മൂവ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ചിലപ്പോൾ നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴായിരിക്കും എനിക്ക് ഈ പെയിനൊക്കെ തോന്നുന്നത്. എനിക്ക് കൈ ചിലപ്പോൾ പൊക്കാൻ പറ്റത്തില്ല. കൈ ചിലപ്പോൾ എനിക്ക് ഇവിടം വരെയൊക്കെ പൊക്കാൻ പറ്റത്തുള്ളൂ, ഇതിൻ്റെ മേളിൽ എനിക്ക് പൊക്കാൻ പറ്റത്തില്ല, നല്ല പെയിൻ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് ഇഞ്ചറി ആയി. അപ്പം അങ്ങനെ വരുമ്പം നിങ്ങൾ പിന്നീട് ഒരു 1 വീക്ക് എന്തായാലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യല്. നിങ്ങൾ മാക്സിമം റെസ്റ്റേ പറ്റത്തുള്ളൂ. മാക്സിമം ആ ഏരിയയിൽ കുറേ മൂവ്മെൻറ്റ് കൊടുക്കാണ്ട് മാക്സിമം റെസ്റ്റ് എടുക്കുക. മാക്സിമം ദിവസത്തിൽ 3-4 പ്രാവശ്യമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐസ് വയ്ക്കുക. ഞാൻ ഷോൾഡറിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കാലിൽ വരാം, നിങ്ങൾക്ക് ഹിപ്പിൽ വരാം, ബാക്കിൽ വരാം, ലോവർ ബാക്കിൽ വരാം, അങ്ങനെ പല ഏരിയയിൽ നിങ്ങൾക്ക് ഇഞ്ചറി വരാം. പക്ഷെ ഇതൊക്കെ നിങ്ങൾ നോക്കണം. എങ്ങനെ ഇപ്പം ഡെഡ് ലിഫ്റ്റും സ്ക്വാട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലോവർ ബാക്കിനും നമ്മുടെ കാലിനൊക്കെ ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇന്റർനെറ്റിലൊക്കെ നോക്കിയാൽ നിങ്ങൾ വലിയ ഇഞ്ചറിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ബൈസെപ്സ് ചെയ്യുന്ന ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബൈസെപ്സ് പറഞ്ഞ് താഴോട്ട് വരുന്ന പോലെയൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി തോന്നും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇന്റർനെറ്റ് നോക്കി ഇത് അത്യാവശ്യം ലാറി വീൽസിന്റെ ഫേമസ് വീഡിയോ ആണ്. ലാറി വീൽസിന്റെ ഫ്രണ്ട് ചെസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെസ്റ്റ് ഇവിടെ വെച്ച് ക്ലിയറായി പറഞ്ഞിങ്ങനെ പോകുന്ന കാണാൻ പറ്റും. അത് ഗ്രാഫിക്സ് കണ്ടന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ കാണാൻ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതൊക്കെ ഒരു വലിയ ഇഞ്ചറിയാണ്. അങ്ങനത്തെ ഇഞ്ചറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര റെയറായിട്ടേ വരത്തുള്ളൂ. പക്ഷെ അങ്ങനത്തെ ഇഞ്ചറി നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അവരെ താഴെ കിടത്തി സ്ട്രെച്ച് ചെയ്യാൻ നോക്കല്. അങ്ങനെയൊക്കെ ചെയ്താൽ അവരുടെ കണ്ടീഷൻ വീണ്ടും മോശമാകത്തേ ഉള്ളൂ. പക്ഷേ ലോങ് ടൈമിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ഇഞ്ചറീസ് ഒക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോൾഡറിന്റെ ഇഞ്ചറീസോ ലോവർ ബാക്കിന്റെ ഒക്കെ ചെറിയ ഇഞ്ചറീസ് ഒക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ വരുമ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഈ ഇഞ്ചറി വെച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്താൽ ചിലപ്പോൾ ഇഞ്ചറി കൂടും. ഇപ്പം നമ്മുടെ ഷോൾഡർ ക്ലിയർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് വീണ്ടും ക്ലിയർ ആകും. അങ്ങനെ വീണ്ടും നമുക്ക് പെയിൻ കൂടി അതൊരു സിവിയർ കണ്ടീഷനിലേക്ക് വരും. അതുകൊണ്ട് ഇഞ്ചറി ആകുമ്പോൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാണ്ടിരിക്കുക. എന്നിട്ട് മാക്സിമം റെസ്റ്റ് എടുക്കുക. ഇല്ലെങ്കിൽ പറ്റുമെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കാണുക. നിങ്ങൾക്ക് ഈ ഐസ് വെച്ചിട്ടും റെസ്റ്റ് എടുത്തിട്ടും പെയിൻ ഒന്നും മാറുന്നില്ലെങ്കിൽ അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് നമുക്ക് കുറച്ച് വർക്കൗട്ട്സ് തരും. അപ്പം അത് സൂക്ഷിച്ച് ഓരോ ദിവസം ചെയ്യുക. എന്നിട്ട് ഡോക്ടറോട് ചോദിക്കണം, എനിക്കിനി വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ, എനിക്കിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ആണോ, അങ്ങനെ ചോദിച്ചിട്ട് ചെയ്യുക. ഇപ്പം ചിലപ്പം നമ്മുടെ പെയിൻ ഫുള്ള് മാറത്തില്ല. നമ്മളെ എത്ര നമ്മുടെ പെയിൻ മാറിയാലും ചെറിയ പെയിൻ എപ്പോഴും കാണും. നമ്മൾ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കൈ വെക്കുമ്പോൾ ആ ഒരു ചെറിയ പെയിനൊക്കെ ഷോൾഡറിലൊക്കെ കാണും. പക്ഷെ എന്നിട്ട് അത് ഡോക്ടറോട് ചോദിക്കണം, എനിക്ക് ചെറിയ പെയിൻ ഉണ്ട് പക്ഷെ ഇത് വർക്കൗട്ട് ചെയ്യാൻ കുഴപ്പമുണ്ടോ. അപ്പം ചിലപ്പോൾ ഡോക്ടറും കുഴപ്പമില്ല, വർക്കൗട്ട് ചെയ്തോ, വലിയ വെയിറ്റ് ഒന്നും ഇട്ട് ചെയ്യല്ലെന്ന് പറയും. ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഞാനിപ്പോൾ ഒരു 2 വർഷം മുന്നേ ഞാൻ കിക്ക് ബോക്സിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കിക്ക് ബോക്സിങ് ചെയ്തപ്പം ഞാൻ ഒന്ന് സ്ട്രെച്ച് ചെയ്യാണ്ടും അധികം വാമപ്പൊന്നും ചെയ്യാണ്ടേ വർക്കൗട്ട് ചെയ്തത്. അപ്പം ഞാൻ ഈ ബാഗിലിട്ട് കിക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കാല് ഇഞ്ചറി. എനിക്ക് ആ കിക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നി എനിക്ക് എന്തോ ഇഞ്ചറി ആയിരുന്നു. പിറ്റേ ദിവസമല്ല, അന്ന് വൈകിട്ട് രാത്രി കിടന്നുറങ്ങിയപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു കാല് ഇഞ്ചറി ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരുന്നു, ആ മുട്ടിൻ്റെ റീജിയൻ. അപ്പം എനിക്കറിയാവുന്ന ഇഞ്ചറി ആയി. അപ്പം ഞാൻ 2-3 ദിവസം റെസ്റ്റ് എടുത്ത്. അപ്പം ചെറിയ കുറവുണ്ട്, ഞാൻ ഐസൊക്കെ വെച്ചായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ കുറേ നേരം ഇരുന്നിട്ട് പിന്നെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ആ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണാൻ പോയി. ഫിസിയോതെറാപ്പിസ്റ്റ് മാക്സിമം അവിടെ കുറേ സ്ട്രെച്ച് ചെയ്യാനും കുറച്ച് വർക്കൗട്ടൊക്കെ ഫിസിയോതെറാപ്പിസ്റ്റ് എനിക്ക് തന്നായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞ് എനിക്ക് ആ പെയിൻ ചെറുതായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ആ ഒരു മുട്ടിൽ പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് ഞാൻ പതുക്കെ കിക്ക് ബോക്സിങ് റീസ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ലെഫ്റ്റ് കാലായിരുന്നു. അപ്പോൾ ആ ലെഫ്റ്റ് കാല് ഞാൻ സൂക്ഷിച്ചേ കിക്ക് ചെയ്യത്തുള്ളായിരുന്നു. പക്ഷെ എത്ര നാൾ വർക്കൗട്ട് ചെയ്തിട്ടും ആ പെയിൻ എനിക്ക് മാറിയിട്ടില്ലായിരുന്നു. സത്യത്തിൽ എനിക്ക് ഈ മൊത്തത്തിൽ എൻ്റെ കാല് റിക്കവർ ആകാൻ 9 മാസം എടുത്തു. 9 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കാല് എനിക്ക് ഫുള്ളി റിക്കവർ ആയിട്ട് തോന്നിയത്.
പക്ഷേ 9 മാസം ഞാൻ വർക്കൗട്ട് ചെയ്തായിരുന്നു. ആ കാലിന് വലിയൊരു സ്ട്രെസ് കൊടുക്കാണ്ട് ഞാൻ കിക്കൊക്കെ ചെയ്തായിരുന്നു. അപ്പം അതാണ് പറയുന്നത്, നമുക്ക് എത്ര വലിയ ഇഞ്ചറി ആണെങ്കിലും അത് ടൈം എടുത്ത് എന്തായാലും മാറും. എൻ്റെ വ്യൂവേഴ്സ് 80% 25 വയസ്സിൽ താഴെയായിട്ടുള്ള ആളുകളാണ്. അപ്പം ഇവർക്ക് ഇപ്പം ഇഞ്ചറി വരാൻ ചാൻസ് കുറവായിരിക്കും. ഇവർ ലോങ് ടൈമിൽ വർക്കൗട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ ചിലപ്പം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഇഞ്ചറി വരാം. ഇപ്പം നന്നായിട്ടൊക്കെ വർക്കൗട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ പോലും ചെറിയ ഇഞ്ചറി ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇഞ്ചറി വന്നാൽ അപ്പം തന്നെ വർക്കൗട്ട് നിർത്തുക. നിങ്ങൾക്ക് ഇഞ്ചറി ആണെന്ന് മനസ്സിലായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും സൈൻ ഉണ്ടെങ്കിൽ അപ്പം വർക്കൗട്ട് നിർത്തുക. എന്നിട്ട് മാക്സിമം ആ ഏരിയയിൽ ഐസ് വെക്കുക. എന്നിട്ട് റെസ്റ്റ് എടുക്കുക. എന്നിട്ട് അവിടുത്തെ മൂവ്മെന്റ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മൂവ്മെന്റ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ പെയിൻ കാണും. ആ ഒരു ചെറിയ പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കാണുക. എന്നിട്ട് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കുക, ആ ഏരിയയിൽ വർക്കൗട്ട് എനിക്ക് ചെറിയ പെയിൻ ഉണ്ട്, എനിക്ക് മൂവ്മെന്റ് ഒക്കെ ഫുള്ള് പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് ചെറിയ പെയിൻ ഉണ്ട്. അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് വർക്കൗട്ട് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറയുമോ അപ്പം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരിക്കലും ഫിസിയോതെറാപ്പിസ്റ്റ് വർക്കൗട്ട് ചെയ്യേണ്ടെന്ന് പറയത്തില്ല, ചെയ്യാനേ പറയത്തുള്ളൂ. കാരണം ആ ഏരിയ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യണം. അതിനെ ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മളോട് പറയത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇഞ്ചറി ഒഴിവാക്കാൻ നോക്കുക. മാക്സിമം സ്ട്രെച്ച് ചെയ്യുക, വാമപ്പ് ചെയ്യുക. അപ്പം വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നന്നായിട്ട് വാമപ്പും സ്ട്രെച്ചും ചെയ്യുക. അപ്പം അത്രയുള്ള ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.